ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് നേരെ പോവാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സാധനം കണ്ടില്ലേ നിങ്ങൾ? സൈൻ ബോർഡൊക്കെ തിരിച്ചു മേടിച്ചിരിക്കുന്നത് ആനൻ്റെ മെയിൻ കേന്ദ്രമാണിത്. അങ്ങനെ ആനയെ തപ്പി അന്വേഷിച്ച് ഞങ്ങൾ മയിലിനെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ബ്രിഡ്ജ് കണ്ടു. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കും, നമുക്കിവിടെ വെള്ളത്തിൽ ഇറങ്ങാം. ഇപ്പോഴല്ല, വെള്ളം കുറയുന്ന ടൈമിൽ, അല്ലാത്ത ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അത് ആൾക്കാർക്ക് പോർച്ചുഗീസ് ഫാൻസാണ് പറഞ്ഞത്. റൊണാൾഡോൻ്റെ ഫ്ലെക്സ് ഔട്ടും കട്ടൗട്ടൊക്കെയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആതിരപ്പള്ളി പോണവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആതിരപ്പള്ളിത്തെ വഴികൾ അടിപൊളിയാണ്. ഇറങ്ങാൻ ഫോട്ടോ എടുത്ത് ഇറങ്ങാൻ തോന്നും, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അകത്തുനിന്ന് സീനാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതുപോലെ ഈ ചാർപ്പ ബ്രിഡ്ജ് എന്ന് പറഞ്ഞവർ എൻ്റെ പാലത്ത് എന്തോ ഒരു കൺസ്ട്രക്ഷൻ പണി കരുന്നൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ടൂറിസ്റ്റേഴ്സൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നേക്കാണ് അവിടെ. ഇവിടെ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ലായിരുന്നു, ഫുൾ ഡ്രൈ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്കത് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. വെള്ളച്ചാട്ടം ഒഴുകുമ്പോൾ അതിമനോഹരമായിരുന്നു. ഞാനങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് എങ്ങനെയുണ്ട് വ്യൂ നോക്കാൻ വേണ്ടി ബ്രിഡ്ജിലേക്ക് കയറി. ചെറുതായിട്ടും ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും ഞാൻ കുടയൊക്കെ എടുത്ത് വെച്ചേക്കാം. പക്ഷേ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് അടിപൊളികൾ കാണാൻ, ഒന്നും കൂടി വ്യൂ നന്നായിട്ട് വൃത്തിക്ക് കാണാം. നല്ല രസമായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയപ്പം നമ്മൾ കുരങ്ങൻ ചേട്ടന്മാരൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഇരുന്ന് പിറക്കുന്ന കാണാം അവിടെ. എൻ്റെ വെള്ളച്ചാട്ടം കാണാൻ നോക്കിയപ്പോൾ അവിടെ അകത്തോട്ട് മഴയൊക്കെ അതിൻ്റെ അത്ര കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ദൂരത്തുനിന്ന് കണ്ടു. വെള്ളം കുറവാണെങ്കിൽ പോലും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും എങ്കപ്പത്തായാലും ഈ കുരങ്ങന്മാരാണ്. പക്ഷെ കുറേ സമയത്തിന് ശേഷം കണ്ടുകൊണ്ട് ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു അതിനോട്. ഒരാളുടെ അടുത്ത് ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ അടുത്ത ആൾക്കാർ വന്ന്, പിന്നെ ഫാമിലി ആയിട്ട് വന്ന്, പിന്നെ എല്ലാവരുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. അപ്പം എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി, ബൈ.